ട്രംപിൻ്റെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡർ അത് ഇസ്രായേലിനെ അല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപ് ഇലക്റ്റഡ് ആവുന്നതിന് മുമ്പ്, അതായത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് പല റെസ്ട്രിക്ഷനും ഇസ്രായേലിൻ്റെ മുകളിൽ കൊണ്ടുവന്നു. അതായത് അവർ നാറ്റോ കഴിഞ്ഞ ഏറ്റവും ക്ലോസ് അലയൻസ് എന്നുള്ള സംഭവമുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ചില ബോംബുകളുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് കൊടുക്കുന്നതിന് സ്റ്റോപ്പ് ചെയ്തു. അപ്പം അവരുടെ ഈ പറയുന്ന സ്റ്റോക്ക് ഇതേപോലെ ഇല്ല. കാരണം 15 മാസം കൊണ്ട് എവിടെയൊക്കെയാണ് വാറ് കിടക്കുന്നത്. ഹമാസിൻ്റെ ഒരു ഭാഗത്ത് ഹൂത്തികളുമായിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയുമായിട്ടുണ്ട്, ഇറാനുമായിട്ടുണ്ട്. അതായത് ഇത്രയും രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് വാർ ചെയ്യുകയാണ് 15 മാസം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വല്ലാത്തൊരു ഇസ്രായേലിനെ പരുങ്ങലിലാക്കുന്ന, അതായത് പൂർണ്ണമായിട്ടും ഡിഫെൻസീവിലാക്കുന്ന തീരുമാനമെടുത്തത്. അതിൻ്റെ അകത്തുനിന്ന് ബോംബിൻ്റെ കാര്യമുണ്ട്. രണ്ടാമത് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു, കാരണം അവരുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അത് പ്രോപ്പറായിട്ട് ഈ 100% റിസൾട്ട് തരുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഈ എയർ ഡിഫൻസ് സിസ്റ്റം താഡ് ഉൾപ്പെടെ മറ്റ് പലതും അതവർക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് ട്രംപ് കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിലാണ് പല ആവർത്തി ഇങ്ങനെ ഇസ്രായേലിൻ്റെ അടുത്ത് ഇസ്രായേൽ ടെറൈൻ്റെ അകത്ത് ഈ മിസൈൽ വീഴാനുണ്ടായ കാരണം. അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് പറഞ്ഞത് ഇസ്രായേൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഹ്യൂമനിറ്റേറിയൻ സംഭവം അത് ഇത് കൊടച്ചക്രം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബൈഡൻ അവിടെയുള്ള അമേരിക്കയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ വോട്ട് വേണം ജയിക്കാൻ, അതിനുവേണ്ടി ഈ സാധനങ്ങളെല്ലാം ഫ്രീസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഈ 15 മാസം ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് വാർ നടക്കുന്നുണ്ട്, അതേപോലെ എയർ വാർഫെയർ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ F-16 അതേപോലെ തന്നെ F-35 ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. F-14 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെയർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് സ്പെയർ പാർട്സ് വേണം, അത്യാവശ്യമായ സംഭവം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വാർ നടക്കുമല്ലോ ഇത്രയും രാജ്യം. കാരണം കംപ്ലീറ്റ് ആയിട്ട് എയർക്രാഫ്റ്റ് എവിടെ ഇരിക്കുന്നില്ല, ഇതങ്ങ് ഫ്ലൈ ചെയ്യുക. ഇതുപോലും കൊടുക്കുവാൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ പല എയർക്രാഫ്റ്റുകളും മാറ്റി വെക്കേണ്ടി വന്നു, മറ്റുള്ള എയർക്രാഫ്റ്റിൽ നിന്ന് എടുത്ത് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട സ്ഥിതിയിലോട്ട് വന്നു. അതായത് എല്ലാ രീതിയിലും പരുങ്ങലിലാക്കി കിടക്കുക. അവിടെയാണ് ഈ എലക്ഷൻ റിസൾട്ട് വന്ന ശേഷം എന്താണ് ബൈഡൻ ചെയ്ത് പല സാധനങ്ങളും കൊടുക്കാൻ തുടങ്ങി. കാരണം അയാൾക്കറിയാം തിരിച്ച് ട്രംപ് വന്നു കഴിഞ്ഞ് എല്ലാവരും ദൂരെ കളയും, ഇസ്രായേലിന് പൂർണ്ണമായിട്ടും ഹെൽപ്പ് ചെയ്യും. കാരണം അവിടെയുള്ള പല മുസ്ലിം ഓർഗനൈസേഷനും പാലസ്തീൻ സംഘടന മറ്റേ ഈ യൂണിവേഴ്സിറ്റികളിലെ പല പ്രശ്നങ്ങളുണ്ടായി. അമേരിക്കൻ പതാക വരെ കത്തിച്ചു. അമേരിക്കയ്ക്കെതിരെ, അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ, കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ വലിയ കലാപ രീതിയിലുണ്ടായി. ഇതിൻ്റെ പേരിലാണ് ഇതുകൾ കൂടുതൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത്. അപ്പം എലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ ശേഷം ഈ ബൈഡൻ പതുക്കെ അങ്ങ് മാറിക്കൊടുത്തു, കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ അത് ബൈഡന് പിന്നീടത് പണിയാകുമെന്നറിയാം. കാരണം എൻക്വയറി ഇൻവെസ്റ്റിഗേഷനൊക്കെ വരും, എന്തുകൊണ്ട് കൊടുത്തില്ല. കാരണം അതിൻ്റെ അത് അമേരിക്കൻ ഹോസ്റ്റേജസും ഉണ്ട്, ഈ ബന്ദികളിലുണ്ട്. ഇത് ഭയങ്കര ചോദ്യങ്ങളും വർത്താനവും ഒക്കെ ഡിബേറ്റ് വരുമെന്നറിയാം. കാരണം ട്രംപ് വരികയാണ്. അപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ബൈഡൻ കൊണ്ടുവന്ന എല്ലാ ഉത്തരവുകളും, അതായത് ഫ്രീ ആയുധങ്ങൾ കൊടുക്കുക എല്ലാം എടുത്തു കളഞ്ഞിട്ട് അതിന് ഇസ്രായേലിനോട് എന്തൊക്കെയാണ് ആവശ്യം മുഴുവൻ സാധനങ്ങളും എല്ലാ രീതിയിലും ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഈ പറയുന്ന അറേബ്യൻ വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുള്ള ടെററായിട്ട് സപ്പോർട്ട് ചെയ്തതിന് എവിടെയും എന്തും ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും കൊടുത്തു. ഇതാണ് ഉണ്ടായത് സംഭവം. അത് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെയാണ് പാസ്സായത്. മനസ്സിലാക്കുക, ട്രംപ് അപ്പോൾ എത്രമാത്രം പ്രോ ഇസ്രായേലി ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം തന്നെ ഇതെടുത്ത് കൂടെ കളഞ്ഞു. അതായത് ബൈഡൻ കൊണ്ടുവന്ന എല്ലാ ഉത്തരവും സ്ക്രാപ്പ് ചെയ്തു. ഇസ്രായേലിനെതിരെ പല നിയന്ത്രണം കൊടുത്തു. ഇതൊന്നും പുറത്ത് പലരും അറിയാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെ പല ഇസ്രായേലി പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ ബൈഡനെതിരെ അവിടെ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായ ഡിഫൻസിനകത്തു. കാരണം ഇസ്രായേലി ഡിഫൻസിൻ്റെ സീനിയർ ഓഫീഷ്യൽസൊക്കെ അമേരിക്കയിൽ പോയി ട്രെയിൻ ചെയ്യുന്നതാണ്, സീനിയർ ആയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഡിഫൻസ് മാനേജ്മെൻറ്റ് സംഭവങ്ങളൊക്കെ. കാരണം അമേരിക്കൻ ഡിഫൻസുമായിട്ട് അത്രമാത്രം ജെല്ല് ചെയ്ത് പോകുന്ന ഡിഫൻസാണ് ഇസ്രായേൽ IDF എന്ന് പറയുന്നത്.
അവർക്കറിയാവുന്നതാണ് എല്ലാ സന്ദർഭത്തിലും അമേരിക്ക സഹായിക്കും. പക്ഷേ ആ സഹായം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാത്ത സമയത്ത് ഇപ്പം ഈ അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി അതിശക്തമായ രീതിയിൽ ബൈഡനോട് ഇതിനെപ്പറ്റി ഇത് തർക്കിച്ചു. അതിൻ്റെ പേരിലാണ് പിന്നെ ട്രംപ് ഇലക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഇത് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ബൈഡനും നെതന്യാഹു ഏകദേശം 3-4 മാസം സംസാരിച്ചില്ല. ടെലിഫോൺ പോലും സംസാരമില്ലായിരുന്നാണ് പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർ മാനസികമായിട്ട് അകന്നു. കാരണം ഈ 3-4 രാജ്യങ്ങളായിട്ട് വാർ ചെയ്യുന്ന സമയത്ത് അതിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ബൈഡൻ പൂർണ്ണമായിട്ടും പിന്മാറി. അവിടെ പല തീവ്രവാദികൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ. അപ്പം അയാൾ പറയുന്ന അവിടുത്തെ ഡൊമസ്റ്റിക് ഇഷ്യൂ ആണ്, അതിൻ്റെ പേരിലാണ് വിഡ്രോ ചെയ്തത്. പക്ഷെ അതിനേക്കാളുപരി ഈ ബൈഡന് താല്പര്യം അവിടെയുള്ള മുസ്ലിം വോട്ടോടു കൂടി വീണ്ടും ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ വരും. ഇതെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബേസിക്കലി നിങ്ങൾ കണ്ടോണം ഈ ട്രംപും ഈ സത്യപ്രതിജ്ഞ, അതായത് ഈ ഇനാഗുറേഷൻ സമയത്ത് ബൈഡൻ വലിയ താല്പര്യമൊന്നും ട്രംപ് വലിയ താല്പര്യമൊന്നും ബൈഡനോട് കാണിച്ചു തന്നില്ല. പഴയ പോകുന്ന പ്രസിഡന്റ് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോകുന്നത് പെട്ടെന്ന് കയറി ഇങ്ങനെ കൈ കാണിച്ച ആളൊക്കെ പോയി. കാരണം ബൈഡൻ അത്രമാത്രം ഉപദ്രവമാണ് ട്രംപിനാണെങ്കിൽ ഇസ്രായേലിനോട് ചെയ്തത്. അതിൻ്റെ ഓരോന്നാണ് കണക്ക് തീർത്ത് പോകുന്നത്. ഇത് നല്ലൊരു ഉത്തരവാണ് ബേസിക്കലി. കാരണം ഇസ്രായേലിന് പരിപൂർണമായിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പം അമേരിക്കയിൽ നടന്ന പല കലാപത്തിലും ഇപ്പം എൻക്വയറി ഉണ്ടാകും. കാരണം യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഈ പറയുന്ന മുസ്ലിം ഓർഗനൈസേഷനൊക്കെ എവിടുന്നാണ് ഫണ്ട് കിട്ടിയത്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി കലാപം നടത്തിയത്. ഇതിനകത്ത് പറയുന്ന റെഡ് ക്രസൻ്റ് എന്നോ ഗ്രീൻ ക്രസൻ്റ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷനകത്ത് ഫണ്ട് ചെയ്തിരിക്കുന്ന ഖത്തർ എന്നാണ്. ഉറപ്പായിട്ടും അതിനെതിരെ എൻക്വയറി ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഖത്തറിൻ്റെ മുമ്പോട്ടുള്ള ലൈഫ് നാശകരമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, പല ഇൻപുട്സും കിട്ടിയിട്ടാണ് പറയുന്നത്. ഖത്തറിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര രസകരമായിരിക്കും. ചിലപ്പോൾ നാശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് കൈ കൊടുക്കും.